ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലെ ഗവർണറുടെ അപ്പീൽ നേരിടാൻ ഉറയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സർക്കാർ ഫയൽ ചെയ്യും. സർക്കാർ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് KVET ഹർജിയിലൂടെ ആവശ്യപ്പെടും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. KVET ഫയൽ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സുപ്രീം കോടതിയിൽ പോയാൽ അനുകൂല തീരുമാനം കിട്ടുമോ എന്ന് ഉറപ്പില്ല. കാരണം നേരത്തെയും ഗവർണറുടെ അധികാരാവകാശങ്ങളിൽ സുപ്രീം കോടതി കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ചോദ്യം ചെയ്താണ് ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ വിധി ഉണ്ടായിട്ടും അതിന് മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഗവർണറുടെ തീരുമാനത്തെ ശക്തമായി നേരിടാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി തടസ്സ ഹർജി ഫയൽ ചെയ്യാൻ നിയമവകുപ്പ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതായത് സർക്കാരിൻ്റെ വാദം കേൾക്കാതെ ഗവർണർ നൽകുന്ന അപ്പീലിന്മേൽ തീരുമാനമെടുക്കരുത് എന്നാണ് ഈ KVET ഹർജിയിലൂടെ തടസ്സ ഹർജിയിലൂടെ സർക്കാർ ആവശ്യപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ ഈ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വാദം കേൾക്കാതെ ഈ വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് നേരത്തെ SK സൂചിപ്പിച്ച പോലെ തന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി കൃത്യമാണ്. കാരണം സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും നിയമാവലികളിൽ താൽക്കാലിക നിയമനം സർക്കാരിൻ്റെ പാനലിൽ നിന്നാകണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഗവർണറുടെ അപ്പീൽ വിജയകരമാകുമെന്ന കാര്യം സംശയമാണ്. എങ്കിൽ പോലും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്ന നടപടികൾ നീണ്ടുപോകും. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ ഗവർണർ ഹർജിയെ നേരിടാനായി ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നത്.